നമസ്കാരം. പാർട്ടി എമ്പുരാനായി രാജീവ് ചന്ദ്രശേഖർ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രൻ പടിയിറങ്ങി. പകരം രാജീവ് ചന്ദ്രശേഖർ എത്തി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തും എന്ന് ഉറപ്പുണ്ടായിരുന്നു. പാർട്ടി അംഗത്വം പോലും വേണ്ടാതെ സംഘപരിവാർ സംഘടനകളിൽ നിന്നുവരെ ഒരാൾക്ക് BJP പ്രസിഡന്റ് പദവിയിലെത്താം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആദ്യമായി പ്രവർത്തിക്കാൻ എത്തുന്നവർക്കും പ്രസിഡന്റാകാം. അതാണ് BJP. തീരുമാനം അങ്ങ് ഡൽഹിയിൽ നിന്ന് വരണമെന്ന് മാത്രം. അച്ഛാ, സർവ്വ പണി അറിയുന്നവരുത്തന്നെ കാര്യസ്ഥനായിട്ട് കിട്ടിയിട്ടുണ്ട്. നിയമിച്ചോട്ടെ. അത് സന്തോഷമുള്ള കാര്യമല്ലേ. കേരള BJP ഇനി രാജീവ് ചന്ദ്രശേഖർ നയിക്കും. നിനക്കിന്തു മുതൽ പുറംപടി. ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലാവി. ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലാവി. ശരിയും തെറ്റും കണ്ടറിയും, ശരിയല്ലെങ്കിൽ കൊണ്ടറിയും. ശരിയും തെറ്റും കണ്ടറിയും, ശരിയല്ലെങ്കിൽ കൊണ്ടറിയും. വ്യക്തമല്ലേ? അല്ല, ഒരുപാട് നല്ല തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഏറ്റവും നല്ല തീരുമാനം. രാജീവ് ചന്ദ്രശേഖർ is going to be a catalyst. കഴിക്കൂ, ജിലേബി ലഡു കഴിക്കൂ. അത് നയിക്കാൻ ഓരോ കാലത്ത് പാർട്ടിയുടെ പൊതു താല്പര്യം പരിഗണിച്ചുകൊണ്ടുള്ള ഒരാളെ തീരുമാനിക്കും. അത് ഞങ്ങൾക്ക് കൂടി തന്നെയാണ് തീരുമാനിച്ചത്. ഒടുക്കം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ. ഞാൻ തന്നെ പുതിയ പ്രസിഡന്റ് ആയത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ഈ 5 വർഷത്തെ മാറുന്നതിലൂടെയാണല്ലോ. അപ്പൊ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. ഞങ്ങൾ സന്തോഷത്തോടുകൂടി നോക്കിക്കാണുകയല്ലേ. തിരുവനന്തപുരത്ത് മത്സരിച്ച് വിജയത്തോടടുത്ത ഒരു വ്യക്തി, ആ വ്യക്തി സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് എല്ലാവരും കൂടി ചർച്ച ചെയ്തതിനു ശേഷമാണല്ലോ തീരുമാനമെടുക്കുന്നത്. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസ്സമാധാനം എന്നറിയാമോ. യോഗ്യരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ പേര് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഒരു ചോയ്സ് എന്നുള്ള നിലക്കാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് വന്നിട്ടുള്ളത്. എനിക്ക് സങ്കടമൊന്നുമില്ല. ബിസിനസ് ലോകത്ത് നിന്ന് കർണാടകയിൽ ജനതാദളിൻ്റെ രാജ്യസഭാംഗമായി, പിന്നീട് BJPയിലെത്തി. അതുവഴി കർണാടകയുടെ പ്രതിനിധി എന്ന നിലയിൽ കേന്ദ്ര മന്ത്രിസഭാ അംഗമായി. പിന്നീട് കേരളത്തിലേക്ക് പ്രവർത്തന കേന്ദ്രം മാറ്റി. പുതിയ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടാതിരുന്നതോടെ സജീവ രാഷ്ട്രീയം വിടുകയാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ സംസ്ഥാന അധ്യക്ഷ പദവിയിലുമെത്തി. സണ്ണില്ലാക്കെന്തുവില, സണ്ണിനല്ലേ പൊന്നുവില. സണ്ണില്ലാക്കെന്തുവില, സണ്ണിനല്ലേ പൊന്നുവില. ഭരണം പാടെ മാറിയില്ലേ, അധികാരം ഞാൻ നേടിയില്ലേ. ഭരണം പാടെ മാറിയില്ലേ, അധികാരം ഞാൻ നേടിയില്ലേ. ആക്ഷൻ എടുത്തത് ശരിയല്ലേ അച്ഛാ, ബഹുത് അച്ഛാ, ബഹുത് അച്ഛാ. ഈ പാർട്ടി ഈ സ്ഥിതിയിൽ വന്നിരിക്കുന്നത് എത്രയോ പ്രവർത്തകരും സംസ്ഥാന പ്രസിഡന്റും നേതാക്കന്മാരുടെയും കഠിന അധ്വാനവും അവരുടെ ഒന്നുമില്ലാത്ത സമയത്ത് അവരുടെ ഒരു ഡെഡിക്കേഷനും, അതുകൊണ്ടാണ് ഈ പാർട്ടി ഈ അവസ്ഥയിലും ഈ ഒരു സ്ഥിതിയിൽ വന്നിരിക്കുന്നത്. ഈ തവണ നമ്മൾ ജയിക്കും, ഉറപ്പാ. എല്ലാ തവണ ഇത് തന്നെ പറയുന്നത്. ഇത്തവണയെങ്കിലും ഒന്ന് വിരിഞ്ഞു കണ്ടാ മതി. അമേരിക്കയിലും ഇന്ത്യയിലും ടെക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത 18 കൊല്ലം ദേശം ജനസേവ ചെയ്ത രാജ്യസഭ MP ആയ ഇനി ഈ പുതിയ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞാൻ കമ്മിറ്റ്മെന്റ് തരുന്നു. ഞാൻ എൻ്റെ എല്ലാ സമയം സമർപ്പിക്കുന്നു ഈ വികസിത കേരളം, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ദൗത്യത്തിന്. പിന്നെ ഇപ്പൊ വന്നത് പഴയ ബന്ധമൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നൊന്നും കെട്ടിപ്പറിക്കൊണ്ട് പോകാനല്ല. ആദ്യം ഒരു കാര്യം എന്നെ ഏൽപ്പിച്ച് അത് നടത്താനെ കൊണ്ട് നിന്നെയൊക്കെ നേരെയാക്കാൻ. സ്ഥാനമൊഴിയുന്ന അധ്യക്ഷന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്കിലും തുടരണമെന്നുണ്ടായിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് എന്ന ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണ് BJP എന്നാണ് കെ സുരേന്ദ്രൻ്റെ അവകാശവാദം. പാർട്ടി ദേശീയ നേതൃത്വം പറയുന്ന ആളു മാത്രമേ നാമനിർദ്ദേശ പത്രിക നൽകേണ്ടതുള്ളൂ എന്ന് മാത്രം. സ്ഥാനമൊഴിയുന്ന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അധികം സമയം പ്രസംഗിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദീർഘിപ്പിച്ചോളൂ. എന്താ ധൃതി? ഇന്ന് വേറെ എവിടെയെങ്കിലും പ്രസംഗം ഉണ്ടോ? രാജീവ് ചന്ദ്രശേഖർജിയുടെ
3 പതിറ്റാണ്ട് കാലത്തെ അനുഭവ പാരമ്പര്യവും അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായിട്ടുള്ള ജീവിതാനുഭവങ്ങളും അദ്ദേഹം കൈവച്ച മേഖലകളിലെല്ലാം നേടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള വിജയങ്ങളും കേരളത്തിലെ പാർട്ടിക്ക് നവോന്മേഷം നൽകും. ഒരു പുതിയ കുതിച്ചുചാട്ടത്തിന് അദ്ദേഹത്തിന്റെ കടിഞ്ഞാൺ, അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന കടിഞ്ഞാൺ അദ്ദേഹം അത് ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സ്ഥാനമൊഴിയുന്ന അധ്യക്ഷൻ എന്നുള്ള നിലയിലേക്ക് യാതൊരു സംശയവുമില്ല. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കഴിഞ്ഞ ഒരു ദശാബ്ദം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയുടെ ദശാബ്ദമാണ്. ഇനി വരുന്ന ദശാബ്ദം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിലേക്കുള്ള, ഭരിക്കാനുള്ള, കേരളം ഭരിക്കാനുള്ള ദശാബ്ദമാണ്. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകന് ഇങ്ങനെയുള്ള ഒരു അവസരം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാനത്തെ നേതൃത്വവും എനിക്ക് നൽകിയത്, കഴിഞ്ഞ 5 വർഷം ലഭിച്ച ആ ഒരു അവസരത്തിന് BJP-യിൽ മാത്രമാണ് ഏതൊരു സാധാരണ പ്രവർത്തകനും അതിന്റെ ഏത് പദവികളിലും എത്തിച്ചേരാൻ കഴിയുന്ന ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് ആ ആനുകൂല്യമാണ് കഴിഞ്ഞ 5 വർഷം മുമ്പ് എനിക്ക് ലഭിച്ചത്. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. രാജീവ് ചന്ദ്രശേഖർ നയിക്കാൻ എത്തിയതിനാൽ ഇനി കേരളം മൊത്തമായി ഇങ്ങെടുക്കാനാണ് പരിപാടിയെന്ന് തൃശൂർ ഇങ്ങെടുത്ത സുരേഷ് ഗോപി പറയുന്നു. എല്ലാവരും പറയുന്നു ഭാരിച്ച ഉത്തരവാദിത്വമാണെന്ന്. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു മികവ് കൂടി വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്ത്, സഹോദരൻ എന്നൊക്കെ നിലയ്ക്ക് ഇത് വളരെ നിഷ്പ്രയാസം സാധിച്ചെടുക്കാവുന്ന ഒരു ഉദ്യമം മാത്രമാണ്. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റൂ. BJP NDA-നെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എൻ്റെ ദൗത്യം. ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ. അതിലും നീ തോറ്റേച്ച് വന്നാലുണ്ടല്ലോ, നിനക്ക് ഞാൻ പച്ച വെള്ളം തരത്തില്ല. പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും. അതൊക്കെ മേലെ എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇനി കാണുവാൻ പോകുന്നത്. നമുക്ക് പല പ്രദേശങ്ങളും കേരളത്തിൽ എടുക്കുവാനുണ്ട്. ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക. ആ എടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് ശരി, ആ വാക്ക് കേട്ടാലേ നിങ്ങൾക്ക് ത്രസിക്കൂ അല്ലേ? ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക. നമ്മൾ കേരളം മൊത്തം ഭാരതത്തിന് വേണ്ടി, ശ്രീ നരേന്ദ്രമോദിക്ക് വേണ്ടി, അമിത്ഷാജിക്ക് വേണ്ടി, നിർമ്മല സീതാരാമന് വേണ്ടി, ശ്രീ രാജ്നാഥ് സിംഗിന് വേണ്ടി നമ്മൾ കേരളം മൊത്തം ഇങ്ങ് എടുക്കുവാൻ പോവുകയാണെന്ന് ആഞ്ഞടിച്ച് പ്രഖ്യാപിക്കണം ഈ നിമിഷം. കോർപ്പറേറ്റ് മേഖലയിൽ നിന്നുള്ള ബിസിനസ്സുകാരനെ സംസ്ഥാന പ്രസിഡന്റാക്കുക വഴി കോർപ്പറേറ്റ് പാർട്ടിയായി മാറിയിരിക്കുകയാണ് BJP എന്നാണ് എതിരാളികളുടെ വാദം. രാജീവ് ചന്ദ്രശേഖർ അല്ല, സാക്ഷാൽ ദേവേന്ദ്രൻ വന്നാലും കേരളം പിടിക്കാൻ പറ്റില്ലെന്ന് ഇടതുപക്ഷക്കാരും കട്ടായം പറയുന്നു. BJP-യുടെ പല സംസ്ഥാനങ്ങളിലും പല ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം ഇതുപോലെയുള്ള കോർപ്പറേറ്റ് തമ്പുരാക്കന്മാരാണ്. BJP അവരുടെ പാർട്ടിയാണ്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി, അവർക്ക് വേണ്ടി വാദിക്കുന്ന പാർട്ടി അവരുടെ പാർട്ടി. ആ പാർട്ടിക്ക് പറ്റിയ ആളെ അവർ സംസ്ഥാന പ്രസിഡന്റാക്കി എന്ന് ഞാൻ പറയുന്നുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ അല്ല, ഏത് ദേവേന്ദ്രൻ വന്നാലും BJP-ക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. BJP-യുടെ പ്രസിഡന്റിനെ ഉണ്ടാക്കുന്നത് നമ്മുടെ ജോലിയല്ലല്ലോ. അവർ ആരെ വേണേലും പ്രസിഡന്റ് ആക്കട്ടെ. നമ്മൾ അവരോടല്ലല്ലോ, വ്യക്തികളോടല്ലല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ അവരുടെ ഐഡിയോളജിയോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് തുടരും. എന്നാലും രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു BJP-യുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. സർവ്വമാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. അതൊക്കെ അദ്ദേഹം ലേറ്റ് എൻട്രികളാണ്. പാർട്ടിയിലേക്ക് വന്ന ആളുകളാണ്. ഇഷ്ടംപോലെ ആളുകൾ BJP ഐഡിയോളജിയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരോടല്ലേ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല അദ്ദേഹത്തോടല്ലല്ലോ വ്യക്തിപരമായി. ആര് വേണേലും വരട്ടെ. ഇനി ഈടേം കൂടെ വിരിയാനുള്ളൂ. അത് വിരിയെ കൊഴി എന്തെങ്കിലും എടുത്തിട്ട് പോയിട്ടാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് മോഹൻലാൽ ചിത്രമായ എമ്പുരാന് ആശംസ നേർന്നതിന് പിന്നാലെ പാർട്ടി അണികളും സംഘപരിവാർ അണികളും സമൂഹ മാധ്യമങ്ങളിൽ സിനിമയ്ക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ തുടങ്ങി. സിനിമ ബഹിഷ്കരിക്കണം എന്നുവരെ ആഹ്വാനം വന്നതോടെ പാർട്ടി നിലപാട് വ്യക്തമാക്കി. സിനിമയെ സിനിമയായി കണ്ടാൽ മതി. പക്ഷേ BJP വിമർശനം ഉൾക്കൊള്ളുന്ന പടം എങ്ങനെ സെൻസർ ബോർഡിലെ BJP പ്രതിനിധികളുടെ കണ്ണുവെട്ടിച്ച് വന്നു എന്നാണ് സൈബർ അണികൾക്ക് അറിയേണ്ടത്.
അതായത് നമുക്കിഷ്ടമില്ലാത്ത സിനിമയാണെങ്കിൽ സെൻസർമാർ ചന്നം ഭിന്നം കത്തിവെച്ചേക്കണം. എമ്പുരാനെതിരായ സംഘപരിവാർ വിമർശനത്തിന് പിന്നാലെ സെൻസർ ബോർഡിലെ RSS നോമിനികൾക്ക് വീഴ്ച പറ്റിയെന്ന് BJPയുടെ പഴി. നമ്മുടെ സംസ്കാരത്തെ ഇട്ട് കോലി കളിക്കുന്ന സിനിമ നമുക്ക് വേണ്ട. സിനിമയല്ലേ, സിനിമ കാണാം. സംഘപരിവാറിനെതിരായിട്ട് എത്രയോ സിനിമകൾ നാട്ടിലിറങ്ങിയിട്ട് സിനിമയെ ആശ്രയിച്ചാണോ ഈ രാജ്യത്ത് സംഘപരിവാർ പ്രവർത്തിക്കുന്നത്? ഞങ്ങൾക്കെതിരായിട്ട് എത്ര സിനിമ വന്നിട്ടുണ്ട്, എന്നിട്ട് ഞങ്ങൾ എന്തായി പോയി? സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും ഒക്കെ നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മോഹൻലാലിനും പൃഥ്വിരാജ് ടീമിന് ആശംസകൾ നേർന്നുകൊണ്ട് താൻ വൈകാതെ തന്നെ എമ്പുരാൻ കാണുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതിന് പിന്നാലെയൊക്കെയാണ് ഈ വിമർശനങ്ങൾ അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങളെല്ലാം നടക്കുന്നത്. എന്താണ് സിനിമ? കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്ത് ഇരട്ടത്ത് കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് സിനിമ. എന്തുകൊണ്ടത് വെളിച്ചത്ത് കാണിച്ചുകൂടാ? അത് തന്നെ ഒരു കള്ളത്തരമല്ലേ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ MD രമേശ് പറഞ്ഞു സിനിമയാണ്, അത് കാണണം. അത് സംസ്ഥാന പ്രസിഡന്റ് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് കാണണം എന്നാണ് രണ്ടുപേരും പറഞ്ഞത്. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ അത് അവസാനത്തെ നിലപാടാണ്. അതിൽ പിന്നെ കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ല. സിനിമയെ വിലയിരുത്തുന്നത് പ്രേക്ഷകരാണ്. സിനിമയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ആ നെറേറ്റീവിനെ സംബന്ധിച്ച്, സിനിമയെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന നെറേറ്റീവിനെ സംബന്ധിച്ച് വ്യാപകമായ തോതിൽ പ്രേക്ഷകർ അവരുടെ എതിരഭിപ്രായം പറയുന്നു. ഇതിന് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള സംഘടനയുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. സിനിമ ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. കാണാൻ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉടനെ കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. സിനിമ കാണാത്ത ആൾക്കാരോട് എന്ത് പറയാൻ? എന്തൊരു കഷ്ടമെന്ന് ചോദിക്കുന്നു. അല്ലല്ല, അതിപ്പോൾ കാണേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടവർ പറഞ്ഞാലും മതിയല്ലോ. ഞാൻ തന്നെ പോയി കാണണമെന്നില്ലല്ലോ. നിങ്ങൾ ഇന്ന് തന്നെ എല്ലാവരും പോയി പടം കാണണം. വിമർശിക്കും മുമ്പ് പടം കാണണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെ പറയുന്നുണ്ട്. എന്നാലും പടത്തിനെതിരെ അണികൾ സമൂഹ മാധ്യമങ്ങളിൽ നെഗറ്റീവ് കമന്റ് കൊണ്ട് നിറയ്ക്കുകയാണല്ലോ എമ്പുരാനെ. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാൽ വില്ലനായിട്ടല്ലേ വന്നത്? ഇത്രയും ഉയർത്തി വന്നത് അതിന് ശേഷമല്ലേ? നെഗറ്റീവിൽ നിന്നാണ് തുടങ്ങിയത്. മനസ്സിലായില്ല, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലല്ലോ, ഒന്നുകൂടി വിശദമാക്കാമോ? വ്യക്തമായി പറയണം. സിനിമ കാണണോ അതോ വേണ്ടയോ? നെഗറ്റീവും തുടങ്ങിയാലേ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയുള്ളൊരു തുടക്കമാണ്. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ BJPയെ ഉയരത്തിലെത്തിക്കാൻ വേണ്ടി അതിനുവേണ്ടിയുള്ളതാണ്. മനസ്സിലായില്ല. അതായത് BJP കുതിച്ചു വരും എന്നാണ് പറഞ്ഞത്. ഈ നരേന്ദ്രമോദിയെ പറ്റി നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ 2000-ന്റെ ആദ്യ വർഷങ്ങളിൽ നരേന്ദ്രമോദിയെ പറ്റി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ഉയരത്തിലെത്തുമായിരുന്നു നരേന്ദ്രമോദി. അപ്പോൾ അതുകൊണ്ട് ഉയരങ്ങളിലേക്ക് BJP അതിനുവേണ്ടിയുള്ളൊരു പാതയായിട്ട് എല്ലാ വീടുകളിലും എമ്പുരാനെ പറ്റി ചർച്ച ചെയ്ത് എങ്ങനെയാണോ മോഹൻലാൽ മഞ്ഞിൽ വിരുന്ന പൂക്കളിൽ നിന്ന് ഈ രീതിയിലേക്ക് ഉയർന്നത്, അതേപോലെ BJP ഉയരും. ഒരു 5-6 ഏലസ് കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവന് ദൃഷ്ടിപ്പെടും, അത്രയ്ക്ക് ബുദ്ധിയാ. ജീൻസ് അതെങ്കിൽ അത്